നമസ്കാരം, എല്ലാവർക്കും ഐബൻ മലയാളത്തിന്റെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ടോക്ക് ഷോയിൽ ചേരുന്നത് അഡ്വക്കേറ്റ് രാജേഷ് പുളിനേത്താണ്. സർ നമസ്കാരം. നമ്മുടെ രാജ്യം തന്നെ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു ഒരു 3-4 ദിവസത്തിന് മുമ്പ് നമുക്ക് വന്നത്. അതായത് പഹൽഗ്രാമില് ഒരു ഭീകരാക്രമണം നടക്കുന്നു, മലയാളികളടക്കം മരിക്കുന്നു, മലയാളിയായ ഒരാളടക്കം മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. ശരിക്കും പഹൽഗ്രാമിൽ എന്താണ് സംഭവിച്ചത്? പഹൽഗ്രാമിൽ സംഭവിച്ചത് തീവ്രവാദി ആക്രമണമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പഹൽഗ്രാം ആക്രമണത്തിനെ കുറിച്ച് വിവിധ ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പഹൽഗ്രാം ആക്രമണം നടന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണോ, അതൊരു ഭീകരാക്രമണമാണോ? ആ ഭീകരാക്രമണമാണെങ്കിൽ അതിൻ്റെ പിന്നിലാരാണ്? അതിൻ്റെ പിന്നിലൊരു ഭീകരശക്തി മാത്രമാണോ? അതല്ല പാകിസ്ഥാൻ എന്ന ഒരു രാജ്യമാണോ? അതല്ല മറ്റു പല രാജ്യങ്ങളുണ്ടോ? അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? അങ്ങനെ പല ചോദ്യങ്ങളാണ് ആ ആക്രമണത്തിന് പുറകിലുള്ളത്. ഏറ്റവും ആദ്യമായി പറയാനുള്ളത്, ഏറ്റവും അപലപനീയമായ, ഒരു മനസാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നീചന്മാരുടെ ആക്രമണമായിരുന്നു അതെന്ന് പറയാനും സാധിക്കും. കാരണം അവധി ദിവസം ആഘോഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എത്തുന്ന നിരപരാധികളായ മനുഷ്യർ, ടൂറിസ്റ്റുകൾ, അവർക്ക് നേരെ നിറയൊഴിക്കാൻ കഴിയുന്ന ആ നീച മനസ്ഥിതികളെ നമ്മൾ ആദ്യം തള്ളിക്കളയണം. അവരെ നമ്മൾ മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ കഴിയാത്ത നീച ജന്തുക്കളാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായുള്ള ചോദ്യം, ഇത് ഏത് തരാക്കണം? ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണോ? ഒരിക്കലും ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ല. ഇത് കറകളഞ്ഞ തീവ്രവാദ പ്രവർത്തനമാണ്. ആ തീവ്രവാദ പ്രവർത്തനത്തിൽ പിന്നിൽ ആരാണ്? പിന്നിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അത് ലഷ്കർ എ തയ്യബയുടെ ഒരു സഹ കമ്പനിയായിട്ടുള്ള തീവ്രവാദ സംഘം നടത്തിയ ക്രൂരമായ ആക്രമണം. ഇനി അതിൽ ഏറ്റവും പ്രധാനമായ ചോദ്യം, ഇതിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് പങ്കുണ്ടോ എന്നതാണ്. അവിടെയാണ് ചോദ്യങ്ങളുടെ ഭാവം മാറുന്നതും പ്രവർത്തനങ്ങളുടെ ഭാവം മാറുന്നതും മറുപടികളുടെ ഭാവം മാറുന്നതും ആ ചോദ്യത്തിന് ഉത്തരത്തോടെയാണ്. അപ്പോൾ അവിടെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പാകിസ്ഥാന് പങ്കുണ്ട് എന്ന്. എങ്ങനെ പറയാൻ കഴിയും? അത് ഈ നിയമത്തിൽ ഒരു ഇതുണ്ട്, അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്ന് പറയും. അഡ്മിറ്റഡ് ഫാക്ട്സ് ആണെങ്കിൽ പിന്നെ അത് തെളിയിക്കേണ്ട കാര്യമില്ല, അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി, സൈനിക മേധാവികൾ, ഇവർ നടത്തിയ പ്രതികരണങ്ങൾ ഈ പറയുന്ന അതിനീചമായ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. അവരത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതായത് ഉപപ്രധാനമന്ത്രി പറഞ്ഞ എന്താ, ഈ പറയുന്ന ഭീകരവാദികളെ, തീവ്രവാദികളെ, നീചന്മാരായ ജന്തുക്കളെ അയാൾ പറഞ്ഞ എന്താ? സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞു. അതോടെ തന്നെ പാകിസ്ഥാന്റെ അഡ്മിഷൻ വ്യക്തമായില്ലേ? പിന്നെ പാകിസ്ഥാൻ എന്തിനാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്? ഇവർ ആക്രമണങ്ങൾക്ക് പോയ ശേഷം പോയത് എങ്ങോട്ടാണ്? അവർ ഇന്ത്യയിലില്ല, അവർ പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇന്ത്യക്ക് കൈമാറാം എന്നവർ പറയണ്ടേ? അപ്പോൾ അതിന് നടപടിയില്ല. നിരന്തരമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന, അല്ലെ ഇന്ത്യയെ ഈ ഭീകരവാക്രമണം ഞങ്ങൾ നടത്തിയാണെന്നുള്ള നിലയിൽ അതിലൂറ്റം കൊള്ളുന്ന രീതിയിലാണ് പാകിസ്ഥാൻ സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഒരു ഭീകരാക്രമണമാണ് ഇത് എന്നുള്ളത് വ്യക്തമാണ്. ആദ്യത്തെ ചോദ്യങ്ങൾക്കെല്ലാം, സംശയങ്ങൾക്കെല്ലാം വളരെ സുവ്യക്തമായ ഉത്തരം ലഭ്യമാണ്. അത് അന്വേഷണ ഏജൻസികൾ തന്നിട്ടുണ്ട്, അവിടുത്തെ ദൃക്സാക്ഷികൾ തന്നിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി പാകിസ്ഥാനിലെ ഒഫീഷ്യൽസ് തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ വ്യക്തമാണ്. രണ്ടാമതായി അതിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ആർക്കെതിരെയുള്ള ആക്രമണമായിരുന്നു, എന്തിനു വേണ്ടിയുള്ള ആക്രമണമായിരുന്നു? അതാണ് അവിടുത്തെ രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ തീർത്തും പറയാം, ഇതൊരു ഭീകരാക്രമണമായിരുന്നു. ആ ഭീകരാക്രമണം ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നു. ഒപ്പം തന്നെ
അത് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെയുള്ള ആക്രമണമായിരുന്നു. അങ്ങനെ പറയാൻ കാര്യം, അവിടെ കഫിയ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് അത് ചൊല്ലാൻ കഴിയാതിരുന്നവരെ വെടിവെച്ചു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നിങ്ങൾ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ട് അല്ല എന്ന് പറഞ്ഞവരെ കൊന്നിട്ടുണ്ട്. ഒപ്പം മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ഭാരതീയ സഹോദരന്മാരും മരിച്ചിട്ടുണ്ട്. അപ്പോ മരണം എന്ന് പറയുന്നത് അവർ ഹിന്ദുവാണോ എന്ന് തിരഞ്ഞു പിടിച്ചും കൊന്നു, അതല്ല ഇന്ത്യക്കാരായവരെ ആകമാനവും കൊന്നു. അപ്പം ഹിന്ദുവിനെതിരെയുള്ള ആക്രമണമാണ്, അത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണ്. കാരണം ഹിന്ദുവിനെതിരെയുള്ള ആക്രമണമാണെന്ന് മാത്രമായ ഒരു സിനോരിയ സൃഷ്ടിക്കുന്നത് ശരിയല്ല. കാരണം ഹിന്ദുവിനെതിരെ മാത്രമായ ഒരു ആക്രമണമാണെങ്കിൽ അതിനെ ഒരു ക്രൈമായി കണ്ട് നടപടിയെടുത്താൽ മതി. ഹിന്ദുവിനെതിരെയുള്ള ആക്രമണമാണെങ്കിൽ അത് ഭാരതം എന്ന രാജ്യം ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അതങ്ങനെയല്ല, അത് രാജ്യത്തിനെതിരെ ആകമാനമായ ഒരാക്രമണം. അതായത് ഹിന്ദുവിനെയും ആക്രമിക്കണം, രാജ്യത്തെ ആകമാനവും ആക്രമിക്കണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായിരുന്നു. അതായത് അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് കഴിഞ്ഞ ആർട്ടിക്കിൾ 3 റദ്ദ് ചെയ്തതിന് ശേഷം അവിടെ വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ വന്നത്, വളരെ വലിയ രീതിയിൽ ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടായത്, ഇതെല്ലാം ആ പ്രദേശത്തെ തദ്ദേശവാസികളുടെ, അതായത് മുൻകാലങ്ങളിൽ ഭീകരവാദികളെ അനുകൂലിച്ചുകൊണ്ടിരുന്ന, പാകിസ്ഥാനെ അനുകൂലിച്ചിരുന്ന ആൾക്കാരുടെ പോലും ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് വന്നപ്പോൾ, അവർ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അവർ ശുദ്ധമായി ശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ, ആ കാശ്മീർ എന്ന പ്രദേശത്തിന്റെ ഭംഗിയെ അവർ തന്നെ ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ അസ്വസ്ഥമായിരുന്നു. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ ഗുണകരമായി ബാധിക്കുന്നതാണെന്ന് കണ്ടു. കാശ്മീർ എന്ന പ്രദേശത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് കാശ്മീരിന് അനുകൂലമായി സംസാരിക്കുന്ന, കാശ്മീരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടു. അതിനെയെല്ലാം നശിപ്പിക്കുക എന്നുള്ള നിലയിലായിരുന്നു ആ ആക്രമണം നടന്നത്. അതുകൊണ്ടാണ് ഇത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണം കൂടെ ആയിരുന്നു. അത് മാത്രമല്ല, പാകിസ്ഥാനിന്റെ എല്ലാ കാലത്തെയും അവരുടെ ക്ലെയിമായിട്ടുള്ള കാശ്മീരിനെയാണ് ഇന്ത്യ ഇത്രയും പരിപോഷിപ്പിച്ച്, വികസിപ്പിച്ച്, ഫ്ലറിഷ്ഡാക്കി, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ വർദ്ധിപ്പിച്ച് ഒരു യഥാർത്ഥ പൂങ്കാവനമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൽ പാകിസ്ഥാൻ അസ്വസ്ഥമായിരുന്നു. പക്ഷേ അതിനകത്തെ വേറൊരു ഐറണി എന്ന് പറയുന്നത്, ഈ പറയുന്ന ആക്രമണങ്ങൾ നടക്കുന്നത് വരെ പാകിസ്ഥാനിൽ ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ സന്തോഷവും ആർട്ടിക്കിൾ റദ്ദ് ചെയ്തതോടെ ഉണ്ടായെന്ന് ഇവിടുത്തെ ആരും പ്രതിപക്ഷ കക്ഷികൾ അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ ഈ ആക്രമണം രാജ്യത്തിനെതിരെ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് രാജ്യം ആ രീതിയിൽ തന്നെ പ്രതികരിക്കാനുള്ള കാരണം. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ യുദ്ധകാലാടിസ്ഥാനങ്ങളിലൊന്നും അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും മരവിപ്പിക്കാത്ത സിന്ധു നദീജല കരാർ, എനിക്ക് തോന്നുന്നു 1960 കരാർ ഒപ്പുവെക്കുന്നത്. അതിനുശേഷം ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ കരാർ പോലും മരവിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അപ്പം തീർച്ചയായും അത് പാകിസ്ഥാന് വെല്ലുവിളിയാകില്ലേ? പാകിസ്ഥാന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയുന്നത് സിന്ധു ജല കരാർ റദ്ദ് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന് വ്യാവസായികപരമായോ രാഷ്ട്രീയപരമായോ സൈനികപരമായോ നിലനിൽപ്പില്ലാത്ത ഒരു രാഷ്ട്രമാണ്. അവിടെ വ്യക്തമായ, അതായത് നമ്മുടെ ഒരു കരസേന മേധാവി പറഞ്ഞ പോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു രാഷ്ട്രത്തിനൊരു കരസേനയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഒരു സേനയ്ക്ക് ഒരു രാഷ്ട്രമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ സേനയ്ക്കാണ് രാഷ്ട്രം. അതായത് ഇന്ത്യയുമായുള്ള ആഭ്യന്തര കാര്യങ്ങൾ, നയതന്ത്ര കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്ന അവിടെ സേനയാണ്. അവിടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, എന്തെങ്കിലും പാകിസ്ഥാൻ്റെതായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അധ്വാനിച്ച് മണ്ണിൽ പണിയെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഇവർ ഉണ്ടാകുന്ന റവന്യൂവിലാണ് പാകിസ്ഥാന്റെ ഈ സകല അഹങ്കാരങ്ങളും തോന്നിവാസങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ്, അതായത് യഥാർത്ഥത്തിൽ നമ്മൾ യുദ്ധം, അപ്പം ഈ സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്തപ്പോൾ അതിനെ
യുദ്ധപ്രഖ്യാപനമാണെന്ന് ആദ്യം പറഞ്ഞാല് പാകിസ്ഥാനാണ് അത് യുദ്ധപ്രഖ്യാപനം പറഞ്ഞത്. അപ്പോ ശരി, യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയുധമെടുത്തുള്ള തോക്കെടുത്തുള്ള യുദ്ധമല്ല. ആ യുദ്ധപ്രഖ്യാപനം പ്രഖ്യാപിച്ചതോടെ പിന്നെ യുദ്ധത്തിൽ വിജയിക്കുക എന്നതാണ് പ്രധാനം. അവിടെ മറ്റ് ചോദ്യോത്തരങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. ഇന്ത്യ കൊടുത്ത പാകിസ്ഥാന്റെ നെറുകന്തലയിലെ അടിയാണ് ഈ നദീജല കരാർ റദ്ദ്. കാരണം പാകിസ്ഥാനിലെ ഒരുപാട്, അതായത് പഞ്ചാബ് അങ്ങനെ തുടങ്ങി, ഞാൻ ആ പ്രവിശ്യകളുടെ എടുത്തു പറയുന്നില്ല, ഒരുപാട് പ്രവിശ്യകൾ ഊഷരഭൂമിയായി പോകും. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അത് തടയാനൊന്നും പറ്റത്തില്ല. കാരണം ഇവിടെ ഇനിയും അണക്കെട്ടുകൾ നടത്തണം. നമ്മൾ മനസ്സിലാക്കുന്നത് മോഡി സർക്കാർ വന്നതിന് ശേഷം നാളെ ഒരു കാലത്ത് ഈ നദീജല കരാർ റദ്ദാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ റദ്ദാക്കി കഴിഞ്ഞിട്ട് കാര്യമല്ലോ, അവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ ശേഖരിക്കുകയോ തിരിച്ചുവിട വേണ്ടേ? അവിടെ തിരിച്ചുവിടാനുള്ള കനാലുകളുടെ നിർമ്മാണങ്ങൾ തുടങ്ങി വെച്ചിട്ടോ കുറെ പുരോഗമിച്ചിട്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ടോ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂടെയാണെങ്കിൽ അത് പാകിസ്ഥാനെ ഏൽപ്പിക്കുന്ന പ്രഹരം ചില്ലറയായിരിക്കത്തില്ല. കാരണം പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം വരുന്ന ജനത അവർ കൃഷിയെടുക്കുന്നു, ജീവിക്കുന്നു എന്നതിനപ്പുറം തീവ്രവാദത്തിനൊന്നും വലിയ താല്പര്യമില്ല. അവരുടെ പ്രൊഡക്റ്റിനെ പുറം രാജ്യങ്ങളിലേക്ക് വിറ്റും ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് പാകിസ്ഥാൻ ഭരണകൂടവും അവിടെ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന തീവ്രവാദ വിഭാഗങ്ങളും ഇവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ പണം കൊണ്ടാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യത്തിനെതിരെ പ്രവർത്തനവും നടത്തുന്നത്. ഈ കരാർ റദ്ദാക്കിയതോടെ അടിസ്ഥാന വരുമാന മാർഗമായ അഗ്രികൾച്ചറിന്റെ ബാധിക്കുന്ന സ്ഥിതിക്ക് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിഞ്ഞു. കാരണം അവരുടെ ഭക്ഷ്യമാർഗം, അവരുടെ അധ്വാനം ഇല്ലാതാവുകയാണ്. അതൊരിക്കലും ഇന്ത്യ ചെയ്ത തെറ്റായ കാര്യമല്ല, ഏറ്റവും ശരിയായ കാര്യമാണ്. അപ്പൊ ആ ജനത അവിടെ ഒരു കലാപത്തിന് പുറപ്പെട്ടാൽ പാകിസ്ഥാൻ പട്ടാളത്തിന് അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം അവർക്കറിയാം ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്ത് വന്നത്. ആ കൃഷി ചെയ്ത് വന്ന ഞങ്ങൾക്ക് ജലം തന്ന ആ രാജ്യത്തിനെതിരെ ഭീകരവാദികൾക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പാദനങ്ങൾ വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ട് ഭീകരവാദികളെ പോറ്റി പുലർത്തി ആയുധവും കൊടുത്ത് ഇന്ത്യ മഹാരാജ്യത്തിലെ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഇന്ത്യയുടെ പ്രതികാര നടപടികളെ ഏറ്റുവാങ്ങേണ്ടി വന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ മാത്രമേ ആ പാകിസ്ഥാൻ ജനങ്ങളുടെ രോഷം ഉയരത്തുള്ളൂ, ഇന്ത്യക്കെതിരെ ഉയരത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ നയതന്ത്ര പ്രാധാന്യമുള്ള, വളരെ ബുദ്ധിപരമായ, എന്നാൽ 10 ആറ്റം ബോംബുകൾക്ക് തുല്യമായ ഒരു തീരുമാനമായിരുന്നേ ഞാൻ പറയത്തുള്ളൂ ഈ നദീജല കരാറുകൾ റദ്ദ് ചെയ്തത്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഉറിയിലെ ഡാം തുറന്നു വിട്ടു. അതായത് അങ്ങോട്ടുള്ള ജലശേഖരം നമ്മുടെ കയ്യില്. അപ്പം എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ അടിസ്ഥാനപരമായുള്ള അന്നമാർഗം എന്ന് പറയുന്നത് വ്യവസായമല്ല, അഗ്രികൾച്ചറാണ്. ആ അഗ്രികൾച്ചറിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ഈ പറയുന്ന സകല തോന്നിവാസങ്ങളും ഭീകരവാദികളെ പോറ്റി പുലർത്തി എല്ലാം ചെയ്യുന്നത്. അല്ലാതെ മറ്റൊന്നും പാകിസ്ഥാൻ കാര്യമായിട്ടില്ല. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജലമാണല്ലോ. ആ ജലം ഇന്ത്യയുടെ ഔദാര്യമാണ്. ആ ഇന്ത്യയുടെ ഔദാര്യം പറ്റി പുലർന്ന് തിന്ന് ജീവിക്കുന്ന ഒരു രാജ്യം, പണ്ടൊക്കെ പറയത്തില്ല തിന്ന നെല്ലിന്റെ ഇടയ്ക്കറിയുന്നു, ആ അവസ്ഥയിൽ ഇന്ത്യക്കെതിരെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. അവിടെ അപ്പോൾ നമ്മൾ ആ സപ്ലൈ അങ്ങ് നിർത്തിയാൽ മതി. അത് ഏറ്റവും വലിയ തീരുമാനമാണെന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ ഏകദേശം പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇനിയിപ്പോ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതും കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുമോ? നദീജല കരാർ റദ്ദാക്കിയോണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഈ ജലം വഴിമാറ്റി വിടാനും ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയാൽ മതി. പക്ഷേങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുക എന്നത് ശരിയല്ല എന്ന വാദഗതിയെ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ആഭ്യന്തര കക്ഷികൾക്കും
ഇന്ത്യയെ എതിർക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ വ്യക്തമായി പറയാൻ കാരണങ്ങളില്ലാത്ത ബാഹ്യശക്തികൾക്കും പറയാൻ ഇതൊരു കാരണമാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ അന്നം വെള്ളം കൂടി പൊട്ടിക്കുന്നത് ശരിയാണെന്ന് പറയില്ല. അത് മാത്രമാണ് ഇന്ത്യ അതിന് നേരിടേണ്ടി വരുന്നത്. അത് ചെറിയൊരു നേരിടിയിലല്ല എന്നത് മനസ്സിലാക്കണം. ആ പറയുന്നത് ചെറിയൊരു നേരിടിയിലല്ല. കാരണം ഒരു സംഘർഷം ആരംഭിക്കുമ്പോൾ ആ സംഘർഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഉണ്ടാകുന്ന വികാര പ്രകടനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള രാഷ്ട്രീയ കക്ഷികളുടെയും രാജ്യത്തിനകത്തുള്ള രാഷ്ട്രീയ കക്ഷികളുടെയും മറ്റ് സംഘടനകളുടെയും പ്രതികരണങ്ങളെയും മറ്റ് വൈദേശിക ശക്തികളുടെ അതായത് മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും അവിടുത്തെ സംഘടനകളുടെയും പ്രതികരണങ്ങളെയും ആദ്യത്തെ ഒരു സംഭവത്തിന് ശേഷമുള്ള 1 മാസത്തോളം കാലം, ഒരു 15 ദിവസം അല്ലെങ്കിൽ 1 മാസ കാലയളവിൽ ഉള്ളതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സംഘർഷം ഉണ്ടായി, ഭീകരാക്രമണമാണ്. ഏതൊരു രാഷ്ട്രീയ കക്ഷിയും ഏതൊരു രാജ്യവും അപലപിക്കാനേ പറ്റൂ. ഈ പറയുന്ന പാകിസ്ഥാൻ പോലും അപലപിച്ചില്ലേ? ആദ്യം അപലപിച്ചു. എന്തിന്? എല്ലാവരും അപലപിക്കും. ഈ അപലപിച്ചു എന്ന് പറയുന്നതിനെ വലിയ കാര്യമായിട്ടുണ്ട്. ഞാൻ അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ പാർലമെന്റ് ആക്രമിച്ചിട്ട് ആ ആക്രമണത്തെ അന്ന് എല്ലാവരും എതിർത്തു അപലപിച്ചിവിടെ കരഞ്ഞു കൂവി. ആ ആക്രമണത്തിന്റെ ആ ഒരു ടെൻഷൻ റിലീസ് ചെയ്ത് മുന്നോട്ട് പോയി കുറ്റവാളികളെ പിടിച്ച് വിചാരണ നടത്തി മുന്നോട്ട് വന്നപ്പോൾ കണ്ടെന്താ, അഫ്സൽ ഗുരു എന്ന് പറയുന്ന അതിനകത്തെ പ്രധാന പ്രതിക്ക് വേണ്ടി ജയ് വിളിക്കുകയും അയാളെ തൂക്കരുതെന്ന് പറയുകയും അയാളെ ഒരു വലിയ പോരാളിയായി പ്രഖ്യാപിക്കുകയും അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ അനേകം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സംഘടനകൾ അനേകം ഉണ്ടാകുന്നതാണ്. കാരണം ആ പാർലമെന്റ് ആക്രമിച്ചു എന്ന ഭീകരാക്രമണത്തെ അന്ന് വിമർശിച്ചവരാണ് ഇതെല്ലാം പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഈ ആദ്യ സമയത്ത് ഉണ്ടാകുന്ന ഈ എന്താണ് നമുക്ക് ലഭിക്കുന്ന പിന്തുണയെയോ നമുക്ക് ലഭിക്കുന്ന അനുകൂലമായ പരാമർശങ്ങളെയോ ഭീകരാക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടുള്ള സംസാരങ്ങളെയോ ഒന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമേ ഇല്ല. അതിനൊന്നും ഒരു സ്ട്രെങ്ത് ഇല്ല. അതൊക്കെ അന്നേരത്തെ സാഹചര്യത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം പറയുന്നവയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ വാർത്താമാധ്യമങ്ങളെ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, ഭീകരവാദ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് അവർക്ക് പോഷകാഹാരങ്ങൾ കൊടുത്ത് വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, സംഭാഷണങ്ങൾ, അതിനുവേണ്ടിയുള്ള തർക്കങ്ങൾ എല്ലാം ഉയർത്തിക്കൊണ്ട് വന്നവർക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഭീകരവാദത്തെ ഈ രീതിയിൽ ഞങ്ങൾ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിവിടെ ഈ രാജ്യത്തിന് ദോഷമായി വരുമെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അവർക്ക് അറിയാൻ വയ്യാത്ത വിഡ്ഢികളൊന്നും ആയിരുന്നല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തകരും ഈ സംഘടനാ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒന്നും അല്ലല്ലോ. അങ്ങനെ കഴിയാത്തവരൊന്നും അല്ല അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ ഇപ്പോൾ കണ്ണീരൊഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സാഹചര്യത്തിൽ ഇത്രയും ടെൻഷൻ നിൽക്കുന്ന സമയത്ത് എതിർ വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സമയത്ത് എതിർ വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോൾ കൂടെ നിൽക്കുന്നവന്റെ ജയിക്കലിനടിക്കും. അതിനെ ഒഴിവാക്കാനും അവർക്കിടയിൽ ഉണ്ടാകുന്ന വിഘടനത്തെ ഒഴിവാക്കാനും വേണ്ടി മാത്രമാണ് ഇപ്പൊ അവർ അതിനെക്കുറിച്ച് പറയുന്നത്. ഇത് സോൾവ് ചെയ്ത് ഇങ്ങനെ അല്പം മൈൽഡാകും, ഈ ചിന്താഗതികൾ മൈൽഡാകും, ആ ടെൻഷൻ കുറച്ച് റിലീസ് ചെയ്യുന്ന ഒരവസരത്തിൽ ഇവൻ ഈ കൂടെ നിൽക്കുന്നവനെ കൺവിൻസ് ചെയ്യും, അവനെതിരെ വരാത്തതിൽ കൺവിൻസ് ചെയ്യും. വീണ്ടും ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന രീതിയിൽ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും. ഭീകരവാദത്തെ വീണ്ടും അവർ പ്രോത്സാഹിപ്പിക്കും. അത് ഇവിടെ നമ്മൾ പറയുന്ന ഇന്നലത്തെയോ അനുഭവത്തിൽ നിന്നല്ല, വർഷങ്ങളായി ഇവിടെ കണ്ടുവരുന്ന എല്ലാ തിരിച്ചടികൾ, ഇതുവരെ ഭീകരാക്രമണങ്ങളിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ വലതുപക്ഷ സൈബർ ഹാൻഡിലുകളെല്ലാം നടത്തുന്ന ഒരു പ്രചരണമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് എന്നാണ്. അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നതെല്ലാം 2019 നടന്ന പുൽവാമ അറ്റാക്കാണ്. അന്നും ഇതേപോലെ ഒരു കാര്യം ഇലക്ഷൻ എടുത്തപ്പം ഉണ്ടാകുന്നു, ഇതേപോലെ ഇപ്പം പഹൽഗ്രാമിലും അതേപോലെ തന്നെ ഒരു സമയത്തേക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ശരിക്കും ഇതിലൊരു രാഷ്ട്രീയ തന്ത്രങ്ങളോ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതിനെ രാഷ്ട്രീയ തന്ത്രം എന്നല്ല പറയേണ്ടത്. ഇത് ഇവിടുത്തെ പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ തെമ്മാടിത്തരം എന്ന് വേണം പറയാൻ, രാഷ്ട്രീയ തന്ത്രമൊന്നുമല്ല. അത് അവർ തന്നെ
അവർ എന്താണ് ഇപ്പൊ അവര് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്? നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും പാകിസ്ഥാനെ സ്വാധീനിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് പണം കൊടുത്ത് അവിടുന്ന് വാ എന്ന് പറഞ്ഞ് ഇവിടുത്തെ കുറെ ആൾക്കാരെ കൊന്നു. എന്ത് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? പുൽവാമയിൽ സംഭവിച്ചത്. അപ്പോൾ അവിടെ ഇലക്ഷൻ വരുന്ന സമയത്ത് നരേന്ദ്രമോദി നേരെ കുറെ പാകിസ്ഥാൻ ഭരണാധികാരികളെ സ്വാധീനിക്കും. എന്നിട്ട് അവിടുന്ന് അവരുടെ കുറച്ച് ഭീകരരെ പിടിക്കും. അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് RDX ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് ആക്രമിച്ചു. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരം ആരോപണങ്ങളിൽ ഇവരെന്ത് തെളിവാണ് കൊടുത്തത്? ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ, അതായത് ഇവിടെ നിരക്ഷരായിട്ടുള്ളതും സാധാരണക്കാരായിട്ടുള്ളതും ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും ഇന്ദിരാഗാന്ധി മരിച്ചോ രാജീവ് ഗാന്ധി മരിച്ചോ എന്നറിയാൻ വയ്യാതെ ജീവിക്കുന്ന ആൾക്കാരുള്ള രാജ്യം തന്നെയാണിത്. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടുണ്ടായ ദോഷമൊന്നുമല്ല. പണ്ട് മുതലേ നിരക്ഷരായിട്ടുള്ളതും അങ്ങനെയുള്ള ആൾക്കാർ ഈ മഹാരാജ്യത്തുണ്ട്. 130 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. അവിടെ എല്ലാവരും സമ്പന്നരും വിദ്യാസമ്പന്നരും സാമ്പത്തികമായ സമ്പന്നരും ഒന്നുമല്ല. ഇവർക്ക് തെറ്റിദ്ധരിക്കപ്പെടും. അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെ അപഗ്രഹിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരിലേക്ക് എത്തിക്കാനല്ല ഇവർ ഈ കുപ്രചരണങ്ങൾ നടത്തുന്നത്. അവരോട് തന്നെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. നിങ്ങൾ എന്ത് തെളിവ് ഇതിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവർക്കില്ല. അവർ പറയും ഇങ്ങനെ സംഭവിച്ചു. ഒരു വിഷവിത്തിടുകയാണ്. എന്തിന്? ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കാനും ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാനും അതുവഴി രാഷ്ട്രീയ നേട്ടം നേടാനും ഈ രാജ്യത്തെ വിഭജിക്കാനും ഒക്കെയുള്ള സാധ്യതയുള്ള വിഷവിത്തിടാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ തെമ്മാടിത്തരം എന്നാണ് ഇതിനെ പറയേണ്ടത്. ഇനി അതിന് രാഷ്ട്രീയമായി എതിർച്ചൊന്നും ചോദിക്കട്ടെ. രാജ്യത്തൊരു ആക്രമണം ഉണ്ടാവും എന്ന് പറയുന്നു. അവര് തന്നെ പറയാണ്, പ്രതിപക്ഷം തന്നെ പറയാണ്, അങ്ങനെയാണെങ്കിൽ അത് BJPക്ക് അനുകൂലമാവുമെന്ന്. അവിടുത്തെ രാഷ്ട്രീയ ചോദ്യം ചോദിക്കട്ടെ. അതായത് രാജ്യത്ത് ഒരു ആക്രമണം പുറത്തുകൊണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആർജവമുള്ള ശക്തിയുള്ള പാർട്ടിയും നേതാക്കന്മാരും BJPയിലേ ഉള്ളൂ എന്ന് കരുതി ജനങ്ങൾ അവരെ വിജയിപ്പിക്കുമെന്നല്ലേ വിഡ്ഢികളെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും അല്ലേ? നിങ്ങൾ രാഷ്ട്രീയ വിഡ്ഢികൾ കൂടെയാണ്. അതല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അതല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ വിഡ്ഢിത്തരം ആണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർ അവരെല്ലാവരുണ്ട്. എന്നാലും വേണ്ടില്ല, ഇവിടുത്തെ ഒരുപാട് ആൾക്കാർക്കിടയിൽ വിഷം വിതയ്ക്കാൻ കഴിയുമെന്നും ആ വിഷത്തിൽ നിന്നും വിഷപ്പൂക്കൾ കൊയ്യാൻ കഴിയുമെന്നും അതിൻ്റെ നേട്ടവും തിന്നാനാണ് ഇവന്മാർ ഇത് പറഞ്ഞുണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് അവരത് പറഞ്ഞുണ്ടാക്കുന്നത്. അത്ര നികൃഷ്ട രാഷ്ട്രീയ ചിന്ത ഉള്ള മനുഷ്യരാണ് ഈ വക വിഘടനവാദപരമായ പ്രസ്താവനകൾ ഇറക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വളരെ വളരെ നമ്മൾ ഒരുപാട് രാഷ്ട്രീയപരമായി എതിർത്തുള്ള മനുഷ്യനാണ് ശശി തരൂർ. വളരെ പക്വമായ, കാരണം അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, UN-ലൊക്കെ നല്ല സ്ഥാനങ്ങളിൽ ഇരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നതിനപ്പുറം അദ്ദേഹത്തിന് ഈ പൊതുസമൂഹത്തിൽ അംഗീകാരമുണ്ട്. അയാളൊരു സ്കോളറാണ്. അദ്ദേഹം ഒരു സ്കോളറാണ്. അയാൾ ചിന്താ കഴിവുള്ളവനാണ് എന്നുള്ള ഒരു പൊതു ധാരണയും അംഗീകാരം അദ്ദേഹത്തിന് ഈ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിടുവേല ചെയ്യുന്ന ഈ ആൾക്കാരെ പോലെ വെറും തറ പ്രസ്താവനകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ പക്വമായ പ്രസ്താവന നടത്തി. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞില്ല, BJPക്ക് അനുകൂലമായൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? രാഷ്ട്രീയപരമായ ഇന്റലിജൻസ് ഫെയിലിയറിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട സമയം ഇതല്ല. ഇന്റലിജൻസ് ഫെയിലിയർ ഇല്ലാത്ത ഒരു ഇന്റലിജൻസ് സംവിധാനവും ഇല്ല ലോകത്തെ. അങ്ങനെയാണ് ഇന്റലിജൻസ് സംവിധാനം ഏത് സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ അമേരിക്ക ആയിരുന്നു ഏറ്റവും വലിയ ഇന്ത്യൻ സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ സെപ്റ്റംബർ 11 ആക്രമണം ഉണ്ടാവത്തില്ലല്ലോ. ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസിയുള്ള ഇസ്രായേലിനായിരുന്നു അത് പഴുതടച്ച രഹസ്യാന്വേഷണ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഹമാസ് കടന്നു കയറി 1500 പേർ ആൾക്കാരെ കൊന്നൊടുക്കുകയും ബന്ധുക്കളായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അതും ഇസ്രായേൽ പോലെ ഒരു ചെറിയ രാജ്യത്ത്. അപ്പോഴാണോ ഇന്ത്യ മഹാരാജ്യം പോലെ 130 കോടി ജനങ്ങളും എണ്ണിയാലൊടുക്കാത്ത ഭാഷയും 500 മതങ്ങളും 5000 ജാതികളും അതിൻ്റെ ഇടയെല്ലാം കുത്തിത്തിരിപ്പിൻ്റെ എല്ലാം കഴിയുന്ന ജനങ്ങളും എല്ലാം ഉള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഉള്ള ഈ മഹാരാജ്യത്താണോ ഇതിൻ്റെ ഈ പറയുന്ന വികസിത രാജ്യങ്ങൾക്ക് അപ്പുറമുള്ള ഇന്ത്യൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് പക്വമായ രീതിയിൽ ശശി തരൂർ പറഞ്ഞത്
ഇന്ത്യയിലെ സംവിധാനങ്ങളുടെ ഫെയിലിയറിനെ കുറിച്ച് പറയേണ്ട കാര്യം ഇപ്പൊ ഇല്ല. നമ്മളിപ്പോ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. അതാണ് ആ ഒരു പ്രസ്താവന കോൺഗ്രസിനെ ചൊടിപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് എത്ര അധികം രാഷ്ട്രവിരുദ്ധമായി ചിന്തിക്കുന്നു എന്ന് ആലോചിക്കണം. അതായത് ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളൊക്കെയാണ് കോൺഗ്രസ്സുകാർ. അതായത് ശശി തരൂർ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. ആ ജനങ്ങളുടെ മനസ്സിലാകലിനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എതിർ പ്രസ്താവന ഇറക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയും വേണ്ടില്ല, എന്നാലും വേണ്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവിടെയും കുറച്ച് വിഷം ആരുടെയെങ്കിലും ഒക്കെ മനസ്സിൽ ഇടാൻ പറ്റിയാൽ അതാണ് വലിയ കാര്യമെന്നാണ് അവർ ധരിക്കുന്നത്. വളരെ 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 എന്താണ് എതിർക്കപ്പെടേണ്ടതെന്ന് മാത്രമല്ല, തൂത്തെറിയപ്പെടേണ്ട അല്ലെങ്കിൽ ബോംബിട്ട് നശിപ്പിക്കേണ്ട രാഷ്ട്രീയ ചിന്താഗതിയാണ് ഇവർ വെച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ പാകിസ്ഥാനെതിരെ വലിയ രീതിക്കുള്ള നിലപാടുകളാണ് ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരെന്ന നിലയിൽ തീർച്ചയായും നമ്മൾ അതിനെ അംഗീകരിക്കുന്നത് തന്നെയാണ്. എല്ലാം മാറ്റിവെച്ച്, രാഷ്ട്രീയം മാറ്റിവെച്ച് നമുക്ക് തീർച്ചയായും അംഗീകരിക്കുക മാത്രമാണ്. കാരണം നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരാണ്. അപ്പോൾ ഇനി അങ്ങനൊരു നിലപാട്, കടുത്ത നിലപാടുകളിലേക്ക് നമ്മുടെ രാജ്യം കടക്കുമ്പോൾ ആഗോളതലത്തിൽ പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമതായി നമ്മൾ അവർക്കെതിരെ ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് ജലകരാറിൽ നിന്ന് പിൻവാങ്ങിയതാണ്. അവിടെ പാകിസ്ഥാൻ അതിനൊപ്പം തന്നെ മറ്റൊരു വിഡ്ഢിതരം അവർ ചെയ്തു. സിംല കരാറിൽ നിന്ന് അവർ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് സിംല കരാറിന് പിൻവാങ്ങിയവർ സംഭവിച്ചത് എന്താണ്? സിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ലൈൻ ഓഫ് കൺട്രോൾ നിലനിൽക്കുന്നത്. ഇനി ലൈൻ ഓഫ് കൺട്രോൾ ഇല്ല. ആ കരാറിൽ നിലനിൽക്കുന്ന അവർ തയ്യാറല്ലെങ്കിൽ നമ്മളില്ലല്ലോ. ലൈൻ ഓഫ് കൺട്രോൾ ഇല്ല. അത് ഒരു തരത്തിൽ അത് ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രണ്ട് നിലപാടുകളാണ്. ഇത് രണ്ടും ചെറുതല്ല. പിന്നെ അതിൽ സംഭവിക്കുന്നത് പാകിസ്ഥാൻ ഇന്ന് സാമ്പത്തികമായി ഏറ്റവും അധികം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. പാകിസ്ഥാനിൽ തന്നെ ഇപ്പൊ ബലൂചിസ്ഥാൻ വാദികൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവർ ഒരു ചെറിയ ഫോഴ്സ് അല്ല. പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ബലൂചിസ്ഥാന് ഫണ്ട് ചെയ്യുന്ന ഇന്ത്യയാണ്, ബലൂചിസ്ഥാൻ ആയുധം കൊടുക്കുന്ന ഇന്ത്യയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും തെളിവുകളൊന്നുമില്ല. പക്ഷേ ബലൂചിസ്ഥാൻ ഏറ്റവും വലിയൊരു പ്രഹരം അടുത്ത സമയത്ത് പാകിസ്ഥാനെ ഏൽപ്പിച്ചായിരുന്നു. അവരുടെ ഒരു ട്രെയിൻ അവര് ഹൈജാക്ക് ചെയ്തുപോയി. അത് പാകിസ്ഥാൻ ആർമിയുടെയും പാകിസ്ഥാൻ ഭരണകൂടത്തിനും ഏൽപ്പിച്ച ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ബലൂചിസ്ഥാനികൾ. ഈ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ അവരാവശ്യപ്പെടുന്ന അവരുടെ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് പാകിസ്ഥാന്റെ 40% ഭൂപ്രകൃതി അപ്പുറമുള്ള ഒരു സ്ഥലമാണ് ആവശ്യപ്പെടുന്നത്. അതിനൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്ന് വ്യക്തമായിട്ട് ശക്തമായ ഒരു രാഷ്ട്രീയ ഭരണ തലം ഇല്ല. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമില്ല. അവിടെ പിന്നെ എന്നും സൈന്യമാണ്. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയായിട്ടുള്ള ഉപേക്ഷ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന സൈന്യമാണ്. മറ്റു കുറേ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി ഈ അടുത്ത ഭരണകൂടം അവിടെ അധികാരത്തിൽ നിൽക്കുമ്പോൾ ആ പ്രധാനമന്ത്രി ജയിലിലായിരിക്കും, അല്ലെങ്കിൽ ഒളിച്ചോടി വേറെ ഏതെങ്കിലും രാജ്യത്ത് അഭയം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരു കുത്തഴിഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ. സാമ്പത്തികപരമായിട്ട് 25 ട്രില്യൺ ഡോളറിന്റെ 25 ലക്ഷം ഡോളറിന്റെ എങ്ങാണ്ട് സാമ്പത്തികമായി കടത്തിൽ മാത്രം നിൽക്കുന്ന രാജ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രോളർമാർ പറയുന്ന പോലെ പൊറോട്ട മാവ് വേണമെങ്കിൽ ആരെങ്കിലും കൊടുക്കണം. ആ അവസ്ഥയിലുള്ള ഒരു രാജ്യമാണ്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു നിഗമനം അത് പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുത്തും. കാരണം നിലവിൽ തന്നെ ചൈന ഇന്ത്യക്ക് എതിരെ പാകിസ്ഥാന്റെ പരമാധികാരവും എന്തും സംരക്ഷിക്കാൻ വേണ്ടി എന്ത് സഹായം കൊടുക്കാൻ പോകും. തുർക്കി നിലവിൽ തന്നെ പാകിസ്ഥാൻ പിന്തുണയെടുത്തു. തുർക്കിയും ചൈനയും ചെറിയ സൈനിക ശക്തികളല്ല, സാമ്പത്തിക ശക്തികളുമല്ല. തുർക്കി വലിയൊരു സൈനിക ശക്തിയാണ്, വളരെ വലിയൊരു സൈനിക ശക്തിയാണ് തുർക്കി. ചൈനയും അത്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന് നിലവിൽ അമേരിക്ക,
ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അറബ് രാജ്യങ്ങളുടെ സമാധാനമായിട്ടും സന്തോഷകരമായിട്ടും ആധുനികരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് അനുകൂലമായിട്ട് നിൽക്കാത്ത നല്ല അറബ് രാജ്യങ്ങളുണ്ടല്ലോ, സൗദി അറേബ്യ, UAE അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം നിലവിൽ ഇന്ത്യക്ക് അനുകൂലമാണ്. പക്ഷേങ്കിൽ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വന്നു കഴിഞ്ഞു എന്ന് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാലമാണ്. ചൈന ഇന്ത്യക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യമാണ്. തുർക്കി ഇന്ത്യക്കുമായിട്ട് നേരിട്ട് ശത്രുക്കളൊന്നുമില്ല. പണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും മഹാത്മാഗാന്ധിയും ഒക്കെ ഉള്ളവർ അവിടുത്തെ ഖലീഫയെ വലിയ രാജാവാക്കാൻ വേണ്ടി ഇവിടെ പട്ടിണി കിടന്നവരാണ്. അതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്നൊക്കെയാണ് ഇന്ന് പറയുന്നത്, ആയിരുന്നു. പക്ഷെ അതൊക്കെ എത്രത്തോളം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തന്നെ ഒരു നല്ല തീരുമാനമായിരുന്നു എന്നൊക്കെ ഇന്ന് ചരിത്രം അറിയുന്നവർ സംസാരിക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് ലോകത്താകമാനം നിലനിൽക്കുന്നത്. ചൈന പ്രത്യക്ഷമായി തന്നെ ഇന്ത്യ ചെയ്തു. കാരണം വളരെ അടുത്ത സമയത്ത് കാരണം അതിർത്തി തർക്കങ്ങളുള്ളവരാണ് നമ്മൾ, ചൈനയും ഇന്ത്യയും. പാകിസ്ഥാനോട് ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള വിരോധം തീർക്കാനല്ലാതെ യാതൊരു താല്പര്യമില്ല. താല്പര്യം എന്ന് പറയുന്നത് കാരണം ചൈന ഒരു ഇസ്ലാമിക വിരുദ്ധ രാജ്യമാണ്. ചൈന അടിസ്ഥാനപരമായ ഒരു ഇസ്ലാമിക വിരുദ്ധ രാജ്യമാണ്. രാജ്യത്ത് ഏത് സമയത്ത് ആര് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, നോയമ്പ് സമയത്ത് പട്ടിണി കിടന്നാൽ ശിക്ഷിക്കുമെന്ന് പറയുന്ന രാജ്യമാണ് ചൈന. അവരൊരു ഇസ്ലാമിക വിരുദ്ധ രാജ്യമാണ്. അവർ ചൈനയെ കൂട്ടുപിടിക്കുന്ന എന്തിനാണ്? ഇന്ത്യക്കെതിരെ ആയുധമാക്കാൻ കഴിയുന്ന ഒരു രാജ്യം മുതലെടുക്കാൻ, ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രാജ്യം എന്നുള്ള നിലയാണ്. പക്ഷെ അത് ഇന്ത്യക്ക് ദോഷമാണെന്ന് ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇല്ല, ഒരു ടെൻഷൻ നിലനിൽക്കുന്ന സമയം പോലും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറും. അറബ് രാജ്യങ്ങളിൽ ഇന്ത്യ ഒരു ശക്തമായ ആക്രമണം പാകിസ്ഥാനെതിരെ അയച്ചുവിടുകയെന്ന് വെച്ചു. ഈ അറബ് രാജ്യങ്ങളിൽ ആരൊക്കെ ഇന്ത്യയുടെ കൂടെ തുടർന്ന് ആയുധം കൊണ്ട് നിന്നില്ലെങ്കിൽ പോലും മോറലി നിൽക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? മനസ്സിലായില്ലേ? അവിടെയും പ്രശ്നമാണ്. ഇതെല്ലാം പുറത്ത് നമുക്കിപ്പോൾ ആ യുദ്ധം, ഇപ്പം അതിർത്തിയിൽ വെടി നടക്കുന്ന ആൾക്കുണ്ട്. യുദ്ധം എന്നതിന്റെ ആദ്യത്തെ വെടി പൊട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കപ്പെടുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള സ്ഥിതിഗതികളെ നമ്മൾക്ക് എത്ര കണ്ട് വിശകലനം ചെയ്താലും അതിന് മുൻപിരുന്ന് വിലയിരുത്താൻ കഴിയില്ല. അതാണ് അതിന്റെ ഒരു യുദ്ധത്തിന്റെ പ്രശ്നം. യുദ്ധം എന്ന് വെച്ചാൽ യുദ്ധത്തിനോട് ഉപയോഗിക്കാൻ മറ്റൊന്നിനെയും പറ്റത്തില്ല. യുദ്ധത്തിനെ മാത്രമല്ല, കാരണം അത്രത്തോളം വയസ്സായിട്ടുള്ളൊരു സാധനം വേറെ ഇല്ല. അമേരിക്കയുടെ കാര്യം പറയാം. അമേരിക്ക മുൻപൊരിക്കൽ ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ ഇതേ അവസരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ നിലനിൽക്കുന്ന സമയത്ത്, യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ അവരുടെ കപ്പൽപ്പടയെ അയക്കാൻ തയ്യാറായിരുന്ന രാജ്യമാണ് അമേരിക്ക. ഇന്ന് അമേരിക്കയും ഇന്ത്യയും സുഹൃത്തുക്കളാണെന്ന് വാർത്താ സമ്മേളനങ്ങളിൽ അവർ നിരന്തരം പറയുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ച അമേരിക്കയെ നാളെ ഒരിക്കൽ വെല്ലുവിളിക്കാൻ പോകുന്നതാകുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നതല്ല, സംശയിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം മൂന്നാം സാമ്പത്തിക ശക്തിയായി. അപ്പം ഞാൻ പറയാം, മൂന്നാം സാമ്പത്തിക ശക്തി ആയപ്പം നമ്മൾ മൂന്നാമതായിട്ട് പിന്തള്ളിയാരെ സൂര്യനസ്തമിക്കാത്ത രാജ്യമെന്ന് പറഞ്ഞ ബ്രിട്ടനും ഇന്ത്യ ഒന്ന് താന്ന് കാണാൻ ഇഷ്ടപ്പെടത്തില്ലേ? സ്വാഭാവികമായ മാനുഷ്യ ചിന്തയെ വെച്ച് ആലോചിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ വലിയ ആയിട്ട് ചിന്തിക്കണ്ട. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ആ സ്ഥാനവും തിരിച്ചു പിടിക്കാൻ, മൂന്നാം സാമ്പത്തിക ശക്തി എന്നുള്ള അവരുടെ സ്ഥാനം തിരിച്ചു പിടിക്കാൻ ഇന്ത്യ ഒന്ന് താന്ന് കാണാൻ അവർ ആഗ്രഹിക്കും. ഈ പത്രങ്ങളിൽ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ പിന്തുണയെല്ലാം ഇന്ത്യക്കാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അമേരിക്ക ചൈന ഇടപെട്ടാൽ അമേരിക്ക ഇടപെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ത്യയെ ഒന്ന് ഇപ്പോഴും നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താ? നമുക്ക് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വം വേണം, വീറ്റോ പവർ വേണം. വീറ്റോ പവർ വേണമെന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടത്തക്ക വിധത്തിൽ നമ്മൾ വളർന്നു എന്ന് നമ്മൾക്കും അവർക്കും ബോധ്യമുണ്ട്. പണ്ട് പാമ്പുകളുടെയും പുഴുക്കളുടെയും രാജ്യമാണെന്ന് പറഞ്ഞ് സായിപ്പുമാര് പരിഹസിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണെന്ന് ആലോചിക്കണം. ആ രാജ്യത്തിന്റെ ഇത്രയും വലിയ വളർച്ച ഈ പറയുന്ന
വൈദേശിക പാശ്ചാത്യ ശക്തികൾക്കും ഇഷ്ടപ്പെടത്തൊന്നുമില്ല. പിന്നെ ഇപ്പൊ തന്നെ ഈ ടെൻഷൻ ഉണ്ടായപ്പോൾ നമ്മൾ റാഫേൽ മേടിക്കാൻ പോകുന്നു, അവന്മാർക്ക് കച്ചവടമായി. ഫ്രാൻസിന് 63,000 കോടി രൂപയുടെ കച്ചവടമായി ഇപ്പൊ അഡീഷണല്. പണ്ട് നമ്മൾ അവരുമായിട്ട് ആയുധ ഇടപാടുകളുണ്ട്. ഈ പറയുന്ന ആയുധ കച്ചവടക്കാരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് 23,000 കോടി രൂപയുടെ ആയുധ കച്ചവടം കഴിഞ്ഞ വർഷം ഇന്ത്യ നടത്തി. അപ്പൊ ഈ വളർച്ചകളെയൊക്കെ ഒന്ന് തടയിടാൻ ഇവർക്കൊന്നും ചെയ്യണ്ട, ഇന്ത്യക്ക് യാതൊരു സഹായവും ചെയ്യാൻ ഉണ്ടായില്ല. ഇന്ത്യക്ക് ഒരു സഹായവും ചെയ്യാതെ ഞങ്ങളുടെ പിന്തുണ ഇന്ത്യയുടെ കൂടെ ഉണ്ടെന്ന് പത്രക്കാരെ മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി, ഇന്ത്യ തകരും. കാരണം ഇവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചൈനയും തുർക്കിയും പ്രത്യക്ഷമായ സഹായം അവർക്ക് അവർ പ്രഖ്യാപിച്ചിട്ട് ചെയ്യുന്നത്, പ്രത്യക്ഷമായ സാമ്പത്തിക സഹായം ആയുധ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ? പറ്റില്ല. അത് പ്രധാന കാര്യം. അതാണ് ഈ യുദ്ധത്തിന് ഇന്ത്യക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. അടുത്തത്, നമ്മൾ ഇപ്പോഴും സൈലന്റ് ആയിട്ട് ചർച്ചയിലേക്ക് കൊണ്ടുവരാത്ത ഇവരെ തുർക്കിയും ചൈനയും പ്രത്യക്ഷമായി സഹായിക്കുമെന്ന് പറയുന്നിടത്തോളം പ്രത്യക്ഷമായി തന്നെ പരോക്ഷമായി സഹായിക്കാൻ സാധ്യതയുള്ള മറ്റു രാജ്യമുണ്ട്, കാനഡ. കാരണം എന്താ? കാനഡ സാമ്പത്തികമായി നല്ല ശക്തിയാണ്. കാനഡയെ വെല്ലുവിളിച്ച് നിൽക്കുകയാണ് ഇന്ത്യ. അവർക്ക് ഇഷ്ടപ്പെടും. ഒരവസരം കിട്ടിയാൽ നെറുകന്തലയ്ക്ക് അടിക്കാൻ നോക്കും. ആ കാനഡ ഒന്നും വേണ്ട, പാകിസ്ഥാൻ ഈ സമയത്ത് സാമ്പത്തിക സഹായം മാത്രം കൊടുത്താൽ മതി, അവരൊരു യുദ്ധത്തിലേക്ക് മുന്നോട്ട് ഒരു പ്രസ്താവന പോലും ഇറക്കണ്ട. കാരണം ഇന്ത്യക്കുള്ളിൽ വിഘടനവാദം നടത്തുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ. പാകിസ്ഥാനോട് പറയുന്ന അത്ര പേരുദോഷം നമ്മൾ കാനഡയെ കുറിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ, അത്രത്തോളം തന്നെ പറയുന്ന രാജ്യമാണ് കാനഡ. കാനഡ സാമ്പത്തികപരമായി ഈ പാകിസ്ഥാനെ സഹായിച്ച, ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഈ യുദ്ധം ചിലപ്പോൾ പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുത്തുമെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, പാകിസ്ഥാനുള്ള ഈ രാജ്യങ്ങളുടെ പ്രേമം കൊണ്ടൊന്നുമല്ല, ഇന്ത്യയെ തകർക്കാൻ അവർക്ക് കിട്ടിയ അവസരമാണിത്. ഇനി അതിന് മറ്റൊരു വശമുണ്ട്. ഇനി ഇതിന്റെ ഇമ്പാക്റ്റുകളുടെ ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വശമാണ്. അതിന്റെ മറ്റൊരു വശം പറയാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപാര യുദ്ധം നടക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലാണ്. അപ്പൊ ഇതിനകത്ത് നമുക്കെന്നും അതുകൊണ്ട് ഇതിന്റെ കൂടെ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. എന്നും പണ്ട് അമേരിക്കയുടെ കപ്പൽപ്പട ഇന്ത്യക്കെതിരെ തിരിച്ചപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ ആയുധം എടുക്കുമെന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്, റഷ്യ. പക്ഷെ റഷ്യ ഇന്ന് യുദ്ധത്തെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം. റഷ്യ ഉക്രൈനുമായുള്ള യുദ്ധത്തെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കം റഷ്യക്ക് എതിരെ നിൽക്കാൻ വേണ്ടി ഉക്രൈനെ ആവശ്യമുള്ള പണവും ആയുധങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും നാള് റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയൂ ഉക്രൈന്? അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് കാര്യമായ ഒരു ഇടപെടൽ ഈ അവസരത്തിൽ ഇന്ത്യക്ക് അനുകൂലമായി ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അത് റഷ്യയും കൂടി ഈ അവസരത്തെ മുതലേക്ക് താർക്കാൻ വേണ്ടി ഈ ശക്തികൾ ഉപയോഗിക്കും. രണ്ടാമതായി, ലോകത്ത് ഈ 2 രാജ്യങ്ങളേ ഉള്ളൂ ഇന്ത്യയായിട്ട് എന്തിനു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും. നാളത്തെ നിമിഷം നമുക്കറിയത്തില്ല, ഈ നിമിഷം വരെ നിന്നുള്ളത്. രണ്ടാമത് ഇസ്രായേലും ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണ്. ലോകത്തെ ഒരുപാട് രാജ്യങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇസ്രായേൽ യുദ്ധരംഗത്ത് നിൽക്കുകയാണ്. ഇസ്രായേലിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അവർക്ക് മനസ്സിലായിട്ടല്ല, പരിമിതികളുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം ലോകത്താകമാനം നിൽക്കുമ്പോഴാണ് അതിനെ പരമാവധി മുതലെടുക്കാൻ ഈ പറയുന്ന ചൈനയും പാകിസ്ഥാനും തുർക്കിയും അങ്ങനെ ഈ പറയുന്ന ഇന്ത്യയെ ഒന്ന് തളർത്തി കാണണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ഈ അവസരത്തെ മുതലെടുത്താൽ അത് നമുക്ക് നന്നായിട്ട് വരത്തില്ല. മനസ്സിലേ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഒപ്പം തന്നെ അതൊരു രാജ്യാന്തര പ്രശ്നം അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ അതിന്റെ മറ്റൊരു വശത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞു വന്നത്. ലോകത്ത് വ്യാപാര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിലാണ്. അമേരിക്കയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ മറ്റൊരുപാട് ഒന്നാമത് നാറ്റോ സഖ്യം അതും ഒരു സാധ്യതയാണ്. ഞാൻ പറഞ്ഞല്ലേ, യുദ്ധത്തിൻ്റെതായ ആദ്യ വെടി മുഴങ്ങുന്നത് മുതൽ പിന്നെ ലോകം മറ്റൊരു രീതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ആ വേവ് എന്തായിരിക്കുമെന്ന് യുദ്ധത്തിന് മുമ്പ്
എത്ര നമ്മൾ മനസ്സിലാക്കിയാലും പറയാൻ കഴിയില്ല. എന്തൊക്കെ മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, എന്തൊക്കെ ചേരിയിലെ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഉക്രൈനെ റഷ്യ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ. എന്ത് റഷ്യയെ പരോക്ഷമായി യുദ്ധത്തിൽ ഏർപ്പെടാതെ തന്നെ കുറച്ച് ആയുധത്തിന്റെയും പണത്തിന്റെയും ചെലവിൽ റഷ്യയെ അടിക്കാം. ഈ വ്യാപാര യുദ്ധം ഇന്ത്യയും അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന സമയത്ത് അമേരിക്ക ചിന്തിക്കുന്നത് ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഉക്രൈൻ ആയുധവും പണവും കൊടുത്ത പോലെ ഇന്ത്യയെ സഹായിച്ചാൽ ചൈനക്കെതിരെ പ്രയോഗിക്കാമെന്നാണ് അമേരിക്ക ചിന്തിക്കുന്നതെങ്കിലും മനസ്സിലായോ? അത് അതിന്റെ മറ്റൊരു വശമാണ്. ഇതൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങനെ ആകാം, ഇങ്ങനെ പറയാനേ വരത്തുള്ളൂ. അങ്ങനെ ആയാലും സ്ഥിതിഗതികൾ വീണ്ടും മതി. നമ്മൾ മുമ്പേ സംസാരിച്ച കാര്യത്തിന്റെ മറ്റൊരു വശമാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഓസ്ട്രേലിയ ഇവരൊക്കെ, ഫ്രാൻസ്, ജർമ്മനി, ഈ രാജ്യങ്ങൾക്കൊന്നും ചൈനയോട് പ്രേമമൊന്നുമില്ല. ഇവരെയൊക്കെ ആവശ്യ സമയത്തെല്ലാം ചൈന ഉണ്ട്. പിന്നെ ചൈനയും പാകിസ്ഥാനെ പോലെ ഇന്റേണലി ഭയങ്കര പ്രഷർ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈന എന്ന് വെച്ചാൽ ഇന്ത്യയെ പോലെ ഏതൊരുത്തരെയും തെറി പറയാം, എന്ത് ഭീകരവാദവും പരസ്യമായിട്ട് നടത്താം, പ്രധാനമന്ത്രിയെയും ചീത്ത പറയാം, ഇവിടുത്തെ രാജ്യത്തിന്റെ പൈതൃകത്തെ ചീത്ത പറയാം, ഇവിടുത്തെ മഹൽ പുരുഷന്മാരെ പറയാം, സൈന്യത്തെ പറയാം എന്നുള്ള ഇതൊന്നും അല്ല ചൈനയ്ക്ക്. ഇവിടെ സ്വാതന്ത്ര്യം കൂടിപ്പോയതിൻ്റെയും അവിടെ സ്വാതന്ത്ര്യം തീരെ ഇല്ലാത്തതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ ചൈന ഈ പറയുന്ന സ്വാതന്ത്ര്യമില്ലായ്മയുടെ അടിച്ചമർത്തലിൻ്റെയും വലിയ പ്രശ്നം അനുഭവിക്കുന്ന രാജ്യമാണ്. ഈ രീതിയിൽ യുദ്ധത്തിലേക്ക് പോന്നാൽ, ഞാൻ പറഞ്ഞ യുദ്ധം ഉണ്ടാവുന്നതല്ല, യുദ്ധം ഉണ്ടാവണമെന്നല്ല, ഒരിക്കലും യുദ്ധം ഉണ്ടാവുമ്പോൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്തിയ അതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തിയെ ശക്തമായി അതിന് തിരിച്ചടി കൊടുക്കണമെന്നും ശിക്ഷിക്കണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ആ പങ്കെടുത്തവരെ വ്യക്തമായി അവരെ നിയമത്തിൽ കൊണ്ടുവരണം. അതിന് പിറകിൽ പ്രവർത്തിച്ച ഗൂഢാലോചന നടത്തിയവരെയും അതിന് സഹായം നൽകിയവരെയും സാമ്പത്തിക സഹായം നൽകിയവരെയും പിന്നിൽ പ്രവർത്തിച്ച രാജ്യത്തിനെയും എല്ലാം അതിൻ്റെതായ ശിക്ഷ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരിക്കലും യുദ്ധത്തിലേക്ക് പോകണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേങ്കിൽ നമ്മൾ മുന്നോട്ട് കടന്ന് ആ വക കാര്യങ്ങളെക്കുറിച്ച് കൂടി ആലോചിച്ച് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഈ രീതിയിൽ US ചിന്തിക്കുകയാണെങ്കിൽ ഈ ചൈനയിൽ വലിയ പ്രശ്നമുണ്ടാകും. മനസ്സിലായി? അത് അങ്ങനെയാണെങ്കിൽ US ഒരിക്കലും പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിലേക്ക് വരാത്തതുകൊണ്ട് നാറ്റോ സൈന്യത്തിന് അതിനകത്ത് ഇതിലേക്ക് വരേണ്ട കാര്യമില്ല. പക്ഷേ US നമുക്ക് ആയുധങ്ങളും പണവും തന്ന് ചൈനയ്ക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളൊപ്പമാണ് നിൽക്കുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ സ്ഥിതികൾ വീണ്ടും മാറും. അപ്പോൾ ചൈനയ്ക്കെതിരെ ആരൊക്കെ നിൽക്കുന്നു, തുർക്കിയെ ആരൊക്കെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നു, ഇന്ത്യയെ ആരൊക്കെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ എല്ലാ കനലുകളുടെയും മുകളിൽ ഒരു നല്ല കട്ടിക്ക് ചാരം കിടപ്പുണ്ട്. ഈ ചാരം യുദ്ധമെന്ന ഒരു കാറ്റടിച്ചങ്ങ് പോകും. ചാരം ഈ കനലുകൾ തെളിയും. ഈ ഓരോ കനലുകളുടെയും മനസ്സിലിരിപ്പും അവരുടെ രാഷ്ട്രീയവും അതിൽ കാണുന്ന നേട്ടങ്ങളും എല്ലാം എന്താണെന്ന് അനുസരിച്ചിരിക്കും ഇതിന്റെ എല്ലാം മുന്നോട്ട് പോകും പരിണിത ഫലവും. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ കരസേന, വ്യോമസേന, എല്ലാ സേനകളും ഇതിനെതിരെ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം രാവിലെ വന്നൊരു വാർത്തയുണ്ടായിരുന്നു, ഭീകരരെ അവർ ഇരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഏത് സമയവും ഒരു അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അത് നമ്മുടെ രാജ്യത്തിന്റെ സേനകളുടെ ഏറ്റവും വലിയൊരു മിടുക്ക് തന്നെയല്ലേ? സംശയം എന്താണ്? ലോകത്തിലെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയ ഒരു സേന, ശക്തമായ സേന, കരുത്തുറ്റ സേന, അതും ഡെഡിക്കേറ്റഡ് സേന വേറെ ഇല്ല. അക്കാര്യത്തിൽ നമുക്ക് നമ്മുടെ ശക്തിയെക്കുറിച്ച് നമുക്ക് ഒരു കുറവ് വിചാരമൊന്നുമില്ല. നമ്മുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് മാത്രമല്ല, അത് ലോകത്തിലെ ആരോടും കിടപിടിക്കാൻ കഴിയുന്ന സൈനിക ശക്തി നമുക്കുണ്ട്. അത് നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ആർജിച്ചത് തന്നെയാണ്. അത് 1, 2, 10, 20 വർഷം കൊണ്ട് ആർജിച്ചതല്ല, അത് കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ ആർജിച്ചു വന്നതാണ്. നമുക്ക് നമ്മുടെ സൈനിക ശക്തി വിമാനങ്ങളുടെ കാര്യത്തിലായാലും ആർമിയുടെ എണ്ണത്തിലായാലും നമ്മൾ വികസിപ്പിച്ചെടുത്ത മിസൈലുകളുടെ, വാങ്ങിയ മിസൈലുകളുടെ, യുദ്ധവിമാനങ്ങളുടെ, മറ്റേ വിമാനവേദ കപ്പലുകളുടെ,
അങ്ങനെ അന്തർവാഹിനികളുടെ, ആണവ അന്തർവാഹിനികളുടെ, അങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഏതൊരു മനുഷ്യത്തിക്കും നമ്മളൊരു ഈസി വാക്കോറൊന്നുമല്ല, ഒരിക്കലുമല്ല. പക്ഷെങ്കിൽ സഖ്യങ്ങൾ രൂപം കൊള്ളുന്നതാണ് നമ്മുടെ നമ്മളോട് ഒറ്റയ്ക്ക് ഒരു രാജ്യം, ഇപ്പൊ ചൈന ആയപ്പോലും നമുക്കെതിരെ ഒറ്റയ്ക്ക് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചൈനയും ഒന്നറക്കി. പക്ഷെ സഖ്യങ്ങൾ രൂപം കൊള്ളുന്നതാണ് അതിനകത്തെ പ്രധാന പ്രശ്നം. ഈ സഖ്യങ്ങൾ രൂപം കൊണ്ടു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന, അതായത് നമ്മളോളം തന്നെ ശക്തിയുള്ളവരെ നമ്മൾ എതിർക്കുമ്പോൾ അതേ ശക്തിയുള്ള 4-5 പേർ ഒന്നിച്ചാലുള്ള അവസ്ഥ, അതേ സഖ്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് രൂപം കൊണ്ടാലും രണ്ടുമുണ്ട്, രണ്ടും സാധ്യമാണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ, എങ്ങനെയായാലും ഒരു യുദ്ധം എന്ന് പറയുന്നത് ഉണ്ടായാൽ അത് രാജ്യത്തിന്റെ വികസനപരമായ കാര്യങ്ങളെ, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ, നമ്മളുടെ സാമ്പത്തികപരമായി മുന്നേറുന്നതിന്റെ, നമ്മളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ എല്ലാത്തിനെയും യുദ്ധം എന്ന് പറഞ്ഞാൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതാണ് അവിടുത്തെ നമ്മൾ യുദ്ധം എന്ന് പറയുന്നതിനെ ഭീകരതയോടെ കാണുന്നതിന്റെ കാര്യം. പിന്നെ രാഷ്ട്രീയപരമായി അതിനെ പറഞ്ഞാൽ ഇപ്പൊ മുൻപും രാജ്യം പല വിധത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നേരിട്ടുണ്ട്. നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. പല വിധത്തിലുള്ള പാർലമെന്റ് ആക്രമണമുണ്ട്, ബോംബെ ആക്രമണമാണ്, പുൽവാമയുണ്ട്, അതിനു മുമ്പ് ഡൽഹി ബോംബ് സ്ഫോടനമുണ്ട്, മുംബൈ ബോംബ് സ്ഫോടനമുണ്ട്, അങ്ങനെ ബോംബ് സ്ഫോടനങ്ങളുടെ പരമ്പര നടന്നിട്ടുണ്ട്. ഭീകരാക്രമണങ്ങൾ എന്നും ഏറ്റുവാങ്ങിയ, ഭീകരാക്രമണങ്ങളുടെ ചോരയുടെ മണമുള്ള, കണ്ണീരിന്റെ നനവുള്ള മണ്ണ് തന്നെയാണ് ഇന്ത്യ. അതൊന്നും മായ്ച്ചു വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷെ ഈ മുൻപില്ലാത്ത കാലത്തിനപ്പുറത്ത് ഇപ്പോഴൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രത്യാക്രമണങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു കാലം ഇന്നുണ്ട്. അതെന്തറിയോ? മുൻകാലങ്ങളിലേക്കാട്ടിൽ അപേക്ഷിച്ച് ഇന്ത്യ കരുത്താർജിച്ചിരിക്കുന്നു എന്ന ധാരണ ഇന്ത്യക്കുള്ളിലെ ജനങ്ങൾക്കുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, തിരിച്ചടിക്കാൻ കെൽപ്പും കമാൻഡ് കൊടുക്കാൻ പ്രാപ്തിയുമുള്ള ഭരണാധികാരി ഭരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം, അഹങ്കാരവും. മനസ്സിലായി? അത് ഈ പറയുന്ന പ്രതിപക്ഷ കൊടികൾ പിടിക്കുന്ന ആൾക്കാരുടെ അണികളുടെ ഉള്ളിലുമുണ്ട്, ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റ് പലയിടങ്ങളിലും ഈ പ്രത്യാക്രമണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ആക്രോശങ്ങളിലേക്ക് വരെ ഈ 5 ദിവസങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം പ്രത്യാക്രമണം ഉടനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. 1-2 ദിവസം കൊണ്ട് ഉണ്ടായില്ല. എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഒരു വിവേകിയായ ഒരു ഭരണാധികാരിക്ക് അത് പറ്റില്ല. കാരണം നമ്മളുടെ ആക്രമിച്ചവരെ ശിക്ഷിക്കണം, അവർക്ക് മറുപടി കൊടുക്കണം, പോയ നിരപരാധികൾക്ക് നീതി ഉറപ്പാക്കണം. ഇതിനെല്ലാം പുറമെ രാജ്യത്തിന്റെ ആകമാനമായ സുരക്ഷിതത്വത്തെ നിലനിർത്തുകയും വേണം. അതാണ് വിവേകിയായ ഒരു ഭരണാധികാരിയുടെ ചുമതല. അല്ലാതെ ഒരു ആവേശത്തിന്റെ പുറത്ത് കയറി ഇവിടെ ഇത് തെരുവുണ്ടകളുടെ കൊട്ടേഷൻ ടീമിന്റെ കളിയൊന്നുമല്ല. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതിന്റെ പരിമിതികൾ എത്ര ശക്തനായ രാജാവിനും, എത്ര ശക്തനായ ഭരണാധികാരിക്കും, എത്ര ശക്തമായ രാജ്യത്തിനും, എത്ര ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും സാമ്പത്തിക ശക്തിയുള്ള രാജ്യത്തിനും ആ പരിമിതികളെ കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ തിരിച്ചടികളുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അതിനു വേണ്ട കോപ്പുകൾ കൂട്ടുകയും അതിനുവേണ്ട സന്നാഹങ്ങൾ ഒരുക്കുകയും അതിനുവേണ്ട സൗഹൃദങ്ങളെ ഉണ്ടാക്കുകയും പ്രത്യാക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധം തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടി വരും. അത് ചെയ്യാതെ ഒരു ആവേശത്തിന്റെ ഒരു ആക്രമണത്തിന് ഇറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വിവേകിയായ ഭരണാധികാരിക്ക് പറ്റുന്ന കാര്യമല്ല. പഹൽഗ്രാം ആക്രമണം ഉണ്ടായി പാകിസ്ഥാൻ ആദ്യം തന്നെ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം ഇറാനാണ്. അതിൽ നമുക്ക് അത്ര വലിയ അതിശൂക്തിയൊന്നും തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് ഇറാൻ പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ തന്നെയായിരുന്നു തീരുമാനം എന്നുള്ളതാണ്. ഇപ്പം അതോടൊപ്പം തന്നെ പാകിസ്ഥാനോടൊപ്പം ചേരുന്ന കുറെ ആൾക്കാരുണ്ട്. ചൈന, തുർക്കി, കൊറിയ, ഇത്രയും രാജ്യങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിന്ന് നമുക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര വിഷയങ്ങൾ തകിടം മറിയാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത്, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ വിഘടനവാദത്തിന്റെ പലതരത്തിലുള്ള നറേഷനുകൾ അവതരിപ്പിക്കപ്പെട്ടും അതിനുവേണ്ടിയുള്ള
പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുമുണ്ടെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിന് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും വലിയ പങ്കും വഹിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടും അന്വേഷണ ഏജൻസികളും സമ്മതിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യക്കുള്ളിൽ പലയിടങ്ങളിൽ, കേരളത്തിനുള്ളിൽ അല്ല ഓരോ സംസ്ഥാനങ്ങൾക്കുള്ളിൽ വളരെ സജീവമായിട്ടുള്ള എന്നാൽ സ്ലീപ്പർ സെൽസ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള തീവ്രവാദ സംഘടനകളുടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. സ്ലീപ്പർ സെൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പക്ഷേ അവയെല്ലാം ഒരു കമാൻഡിൽ ആക്റ്റീവാകാൻ ശക്തമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവില് ഇപ്പോ കഴിഞ്ഞ നമുക്ക് CPM ആരുടെ കൂടെ ആയിരിക്കും എന്നൊരു ചോദ്യം തന്നെ നമുക്ക് ഉയർത്തേണ്ടി വരിക. CPM ആരുടെ കൂടെ ആയിരിക്കും നമ്മൾ ചോദിക്കുക. എന്താ ചോദിക്കേണ്ടി വരുന്നത്? കഴിഞ്ഞ ചൈന യുദ്ധത്തിൽ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാണ് ഞങ്ങൾ ചൈനയുടെ കൂടെ ആണെന്ന്. അതുകൊണ്ടാണ് ഇനി വരുന്ന ചൈന പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും എതിരെ ഒരു യുദ്ധം വന്നാൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയോട് ചോദിക്കുകയാണ്, CPM നിങ്ങൾ ആരുടെ കൂടെ ആണെന്ന്. അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഇവിടത്തെ രാഷ്ട്രീയ കക്ഷി നമ്മുടെ കൂടെ രാജ്യത്തിനൊപ്പം ആയിരിക്കുമെന്ന് അവിടെ അണ്ടർസ്റ്റുഡാ. പക്ഷേ CPM ചോദിക്കേണ്ടി വരികയാണ്, നിങ്ങൾ ആരുടെ കൂടെ ആണ്. CPM നിഷേധിക്കാൻ പറ്റുമോ? ഞങ്ങൾ കഴിഞ്ഞ ചൈനയോട് അല്ലെന്ന് പറയട്ടെ, MA ബേബി പറയട്ടെ, പിണറായി വിജയൻ പറയട്ടെ, ഞങ്ങൾ കഴിഞ്ഞ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ദുഷ്പ്രചരണമാണ് നടത്തുന്നത്, ഞങ്ങൾ ചൈനയോടൊന്നല്ല, ഞങ്ങൾ ഈ രാജ്യത്തിനോട് ആയിരുന്നു പറയട്ടെ. പറയുമോ ഇവര്? പറയത്തില്ല. കാരണം അവർ ചൈനയുടെ കൂടെ ആയിരുന്നു. എന്തിന്? BS അച്യുതാനന്ദനെതിരെ ആദ്യമായി CPM എന്ന് പറയുന്ന പാർട്ടി നടപടിയെടുത്ത് എന്തിനാ? ചൈനക്കെതിരെ യുദ്ധം ചെയ്ത് ഇവിടെ വീഴുന്ന ഇന്ത്യൻ ജവാന്മാർക്ക് രക്തം നൽകാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നൊരു ആഹ്വാനം നടത്തിയതിനെതിരെയാണ്. BS അച്യുതാനന്ദൻ എന്ന് പറയുന്ന അവരുടെ അനിശ്ചിത നേതാവിനെതിരെ അവർ നടപടിയെടുത്തു. അപ്പോൾ അവരുടെ നേതാവും രാജ്യം ഒന്നും അല്ലാതെ അവർക്ക് വരെ ചൈനയായിരുന്നു. ഇനിയും ആ CPM ഇപ്പോഴും ജീവനോ അവിടെ നിൽക്കുന്ന നമുക്ക് ഭീഷണിയാണ്. ചൈനയായിട്ടൊരു ഒരു ടെൻഷൻ ഇവിടെ ഉണ്ടായാൽ, അല്ലെ ചൈന അനുകൂലിക്കുന്ന പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ടെൻഷൻ ഉണ്ടായാൽ, ഇവിടെ ഉള്ളിൽ നിന്ന് കുത്താൻ CPM എന്ന് പറയുന്ന പ്രഖ്യാപിത ഭരണകക്ഷിയായ രാഷ്ട്രീയ കക്ഷി ഉണ്ട് ഇവിടെ. വേറെ ആരും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഒരു ആരോപണം ഉണ്ട് എന്നുള്ള സംശയമൊന്നുമില്ല. നമുക്ക് ആരോപണം ഉന്നയിക്കാൻ പറ്റത്തില്ല. പക്ഷെ CPM എതിരെ ഉന്നയിക്കാം. കാരണം അവരത് കാണിച്ചു തന്നവരാ. അവരല്ലാതെ CPM പിരിച്ചുവിട്ട് പുതിയ CPM ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതേ CPM അല്ലേ ഇന്നും ഉള്ളത്. ഈ ആക്രമണം ഉണ്ടായപ്പോൾ ആദ്യം MA ബേബി പറഞ്ഞ എന്താ? ആർട്ടിക്കിൾ പിൻവലിച്ചത് കാരണം പാകിസ്ഥാനിലെ മുസ്ലിംകൾ അസ്വസ്ഥരാണ്, അതിന്റെ പരിണിത ഫലമാണെന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ സമുന്നത നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, അതായത് ആ ഒരു ലെവലല്ലേ അവനുള്ളൂ. ആർക്ക്? റോബർട്ട് വധേര. അയാൾ പറഞ്ഞ എന്ത്? അയാൾക്ക് മറ്റൊരു സ്ഥാനമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. അയാളെ പുറകെ എന്തിനാ ഈ പത്രക്കാർ കൊള്ളും കൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അയാൾക്ക് എന്ത് സ്ഥാനമാണ്? അയാൾ ആര്? ഒരു സാധാരണ പൗരൻ. അയാൾ പറഞ്ഞ എന്ത്? ഇതേ വർത്തമാനമല്ലേ പറഞ്ഞ്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആദ്യ ഘട്ടങ്ങളിൽ ടെൻഷൻ നിൽക്കുമ്പോൾ അനുകൂലിച്ച് സംസാരിക്കുന്നതിനകത്ത് ഒരു അനുകൂലമെന്ന് വിചാരിക്കണ്ട. ചൈന രംഗത്തിറങ്ങി, തുർക്കി രംഗത്തിറങ്ങി, ശക്തമായി ഇന്ത്യക്കെതിരെ ആക്രമണ രംഗത്ത് ആളുകൾ നിറഞ്ഞിരിക്കുന്നുവെന്നും അതിനൊപ്പം ഒരു ആഭ്യന്തര കലാപം ഇറക്കിവിട്ടാൽ ഈ ഇന്ത്യക്കെതിരെ പ്രകടമായ നിലപാട് സ്വീകരിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾക്ക് നിലനിൽക്കാനും കഴിയുമെന്ന വസ്തുത പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവര് സ്പഷ്ടമായി ഇന്ത്യക്കെതിരെ പുറത്തിറങ്ങും ആഭ്യന്തരത്തിൽ. അതാണ് ലോകത്ത് ഒരു രാജ്യവും നേരിടാത്ത പ്രശ്നം. ഇന്ത്യ മാത്രം നേരിടുന്ന പ്രശ്നം. ഇന്ത്യയിൽ രോഹിംഗ്യൻ മുസ്ലിമുകളും അനധികൃതമായി കടന്നുകൂടിയ ബംഗ്ലാദേശികളും മാത്രം 2 കോടി ഉണ്ടെന്നാണ് കണക്ക്. അവർ കലാപത്തിന് ഇവരുടെ കൂടെ കൂടിയാലോ ഇന്ത്യൻ സൈന്യം ആകെ കൂട്ടി 50 ലക്ഷമേ ഉള്ളൂ. അതിന്റെ 3 ഇരട്ടിയ. അവര് അതിർത്തിയിലെ ബാഹ്യ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ പോവോ, ആഭ്യന്തര അറ്റാക്കിനെ പ്രതിരോധിക്കാൻ പോവോ? അപ്പൊ ആഭ്യന്തര അറ്റാക്കിൽ ഇവിടെ സ്വതന്ത്രമായി കലാപകാരികളെ ഭരണകൂടത്തിന്റെ ഒത്താശയുടെ വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഭയക്കണ്ടേ നമ്മൾ? ഭയപ്പാടോടെയാണ് ഈ പറയുന്നത്, വിമർശനത്തോടെയാണ് പറയുന്നതിനൊപ്പം ഭയപ്പാടോടെയാണ് ഈ പറയുന്നത്. ഇത് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെക്കുറിച്ചും ലോകരാജ്യങ്ങളുടെ നിലപാടുകളെക്കുറിച്ചും രാജ്യത്തിനകത്തുള്ള
രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖ നേതാക്കളുടെ പ്രസ്താവനകളെക്കുറിച്ചും പിൻകാലങ്ങളിൽ അവരെടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും അന്വേഷണ ഏജൻസികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ചും ആകെ മൊത്തം നമ്മൾ അപഗ്രഥിച്ചൊന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ഭീതിയാണ് ഈ പറയുന്നത്. ആ ഭീതി എങ്ങനെ ഇവിടുത്തെ ഭരണകൂടം ഒഴിവാക്കും? മമതാ ബാനർജി, സ്റ്റാലിൻ, കാശ്മീർ, ഈ 3 സംസ്ഥാനങ്ങൾ പ്രത്യക്ഷ വിഘടനവാദം ഉന്നയിക്കുന്നവരാണ്. സ്റ്റാലിൻ തമിഴ്നാടിന്റെ സ്വതന്ത്ര അധികാരം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണ കമ്മീഷനെ വെച്ചു. അതിനൊപ്പം സ്റ്റാലിൻ ഒരു ഏറ്റവും ആപത്കരമായ മറ്റൊരു പ്രസ്താവന ഇറക്കി. തമിഴ്നാട് ഒരിക്കലും ഡൽഹിയുടെ കമാൻഡിലായിരിക്കില്ലെന്ന് പറഞ്ഞു. ഈ ഡൽഹിയുടെ കമാൻഡിലായിരിക്കില്ലെന്ന് പറഞ്ഞ ഒരു വാചകത്തിന്റെ അർത്ഥം എത്രയാണ്? ഡൽഹിയിൽ എന്തൊക്കെയാ ഉള്ളേ? പാർലമെന്റ് ഡൽഹിയിലാണ്, സുപ്രീം കോടതി ഡൽഹിയിലാണ്. അതായത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ തലസ്ഥാനമായ അതിൻ്റെ കേന്ദ്രമായ പാർലമെന്റിന്റെയും പരിധിയിലായിരിക്കത്തില്ല തമിഴ്നാടെന്നാ അയാൾ പറഞ്ഞു വെച്ചത്. എന്താ വിനാശകരമായ പ്രസ്താവനയല്ലേ? ആര് നിർത്തി ഇവിടെ? സ്റ്റാലിൻ എന്ത് നടത്തും എന്ന് ചോദിച്ചാൽ അതിന്റെ പാദസേവയിൽ നടക്കുന്ന പിണറായി വിജയൻ എവിടെ ഉള്ളത്? കാരണം ഇതേ പ്രസ്താവന നടത്താൻ തയ്യാറായി നിൽക്കുന്നതിനാണ് പിണറായി വിജയൻ. മമതയുടെ കാര്യം പറയണ്ടല്ലോ. മമത അതിർത്തി വഴി കയറ്റിവിട്ടതാണ് ഈ പറയുന്ന ബംഗ്ലാദേശികളെല്ലാം. ഈ പറയുന്ന CPM പരാജയപ്പെടുത്താൻ തന്നെ മമത ഉപയോഗിച്ചത് ഈ അതിർത്തി വഴി അവർ അനധികൃതമായി കയറ്റിവിട്ട ബംഗ്ലാദേശികളെ. പക്ഷെ ഇന്ന് വിഘടനവാദത്തിന് കൊള്ളാമല്ലോ എന്ന് കരുതിയിട്ട് ഇന്ന് ഏതാണ്ട് CPM മമതയായിട്ട് ഐക്യം പ്രഖ്യാപിച്ച പോലെ, പ്രത്യക്ഷമായിട്ട് അങ്ങോട്ട് ആയിട്ടില്ലെന്നുള്ള ഏതാണ്ട് ഐക്യം പ്രഖ്യാപിച്ച പോലെ ആയില്ലേ? നമ്മൾ ഭയക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ച് ഈ ആക്രമണത്തിന്റെ പ്രത്യാക്രമണങ്ങളെ എങ്ങനെ എന്ന് പ്ലാൻ ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരും കേന്ദ്ര സർക്കാരും എടുക്കുന്ന സമയത്തെയും അതിന്റെ പ്ലാനിങ്ങിനെയും ലോകരാജ്യങ്ങളെ ഇതെല്ലാം മനസ്സിലാക്കാൻ എടുക്കുന്ന കാര്യങ്ങളെയും പോയടിക്കാത്ത എന്താടാ എന്ന് ചോദിക്കുന്ന കേവല ബുദ്ധിയുടെ ആ ഒരു ചിന്തയെ വെച്ച് എങ്ങനെ വിലയിരുത്താൻ കഴിയും? ആ കേവല ബുദ്ധികളും മറ്റൊരു തരത്തിൽ ഇന്ത്യ വിവരിക്കുന്ന ഒരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയപരമായ ഇന്ത്യയുടെ ഭാവിയെ നിർണയിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ആക്രമണത്തിൽ കൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ സ്ലീപ്പർ സെല്ലുകളെ പറ്റി പറഞ്ഞല്ലോ. അതിനെപ്പറ്റി പറയുമ്പം ഇപ്പം ചോദിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ 2 ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒന്നാമതായിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ബോംബ് ഭീഷണി വന്നു എന്ന് പറയുന്നൊരു ഇമെയിലാണ്. രണ്ടാമത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതേ ഇമെയിലിൽ നിന്ന് വന്ന രണ്ടാമത്തെ ബോംബ് ഭീഷണി. ഇതൊരു രണ്ടുകൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ സ്ലീപ്പർ സെല്ലുകളെ പിടിക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരു ആഭ്യന്തര ഭരണമാണ് നമ്മളുടെ കേരളത്തിൽ ഉള്ളത് എന്നല്ലേ? സ്ലീപ്പർ സെല്ലുകളെ പിടിക്കാനൊന്നും ഇവിടെ ആരും തയ്യാറാകുന്നതായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ കുന്തിരിക്കവും അവരും മല്ലും ഒക്കെ മേടിച്ചു വെച്ചോളാൻ ആഹ്വാനം ചെയ്തവരെ NIA വന്ന് പിടിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഇത്രയും കാലം കുറച്ച് സമാധാനം മുന്നോട്ട് വന്നത്. കാരണം എൻ്റെ കൂടെ സഹപ്രവർത്തകനായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊന്നിട്ട് മുന്നോട്ട് പോയിട്ട് അതിന് തുടർച്ചയായിട്ട് കലാപങ്ങൾ ഉണ്ടാക്കാൻ കരുതിയിരുന്നവർ തന്നെയായിരുന്നു അവർ. പിന്നെ കേന്ദ്ര ഏജൻസികളുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായത് കാരണം തുടർ കാര്യങ്ങൾ ഉണ്ടായില്ലെന്നേ ഉള്ളൂ. അതിന് അവർക്കിനി മടിയുണ്ടെന്നോ അല്ലെങ്കിൽ അവരതിന് സജ്ജരല്ലെന്നോ ഒന്നും അതിന് അർത്ഥമില്ല. അങ്ങനൊന്നും അർത്ഥമില്ല. ശക്തമായ കേന്ദ്രഭരണം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമേ ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ പറയുന്ന സംഘർഷങ്ങളെല്ലാം കേന്ദ്രവും സൈന്യവും എല്ലാം അവിടെ എൻഗേജ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇവർ വീണ്ടും തലവെക്കും. ഇവരൊക്കെ വീണ്ടും തലവെക്കുമെന്ന്. കാരണം ഇവരൊക്കെ മറ്റ് മനുഷ്യരല്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും കോടി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. അവർ മറ്റ് പല അവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടും അവരവരുടെ മറ്റ് ജോലികളിലൊക്കെ എൻഗേജ്ഡാ. ഇവരിതി മാത്രം എൻഗേജ്ഡാ. ഇവരീ വിഘടനവാദത്തിനും മറ്റുള്ളവരെ നശിപ്പിക്കാനും ബാക്കിയുള്ളവരെ കൊല്ലാനും അവരുടെ ചോര കുടിക്കാനും എങ്ങനെ നടക്കും എന്നുള്ള കാര്യത്തിൽ മാത്രം എൻഗേജ്ഡാന്ന്. അവരുടെ 24 മണിക്കൂർ സമയം അതിനാ. ബാക്കിയുള്ളവർ അങ്ങനല്ലല്ലോ. അവർക്ക് ജോലിയുണ്ട്, അവർക്ക് ജീവിതമുണ്ട്, പ്രാരാബ്ദമുണ്ട്. അവരിത് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നേ ഉള്ളൂ. എവിടൊക്കെ സംഭവിക്കുന്നത് വാർത്ത കാണുന്നു, രാഷ്ട്രീയം കുറച്ച് സംസാരിക്കുന്നു, കുറച്ചൊക്കെ മനസ്സിലാക്കുന്നു,
കുറെ പറയുന്ന എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകളെ വിധേയനാകുന്നു, ചിലർ അതിനെതിരെ ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ഒഴുക്കിൽ മറിഞ്ഞുമൊക്കെ പോകുന്നതല്ലേ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ. അവരുടെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത പ്രാരാബ്ധമാണ്. അതുകൊണ്ടാണ് അവർ ഈ കൂടുതൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇവിടുത്തെ ഈ പറയുന്ന രാഷ്ട്രീയപരമായ, മതപരമായ, തീവ്രവാദപരമായ ഈ ഒളിച്ച് കളികളെക്കുറിച്ചും ഒളിച്ച് കടത്തുകളെക്കുറിച്ചും കർട്ടന് പുറകിൽ മറഞ്ഞിരുന്ന് നടത്തുന്ന ഗൂഢാലോചനകളെക്കുറിച്ചും അവർ ആ വിഷം വമിപ്പിക്കുന്നതിനെ കുറിച്ചും ഒന്നും മനസ്സിലാക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് അവരവരുടെ ജീവിതത്തിലെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് മാറ്റിവെക്കുന്നത്. അതിനുവേണ്ടി മാറ്റിവെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇവരും വമിക്കുന്ന വിഷമാകരുത്, അവരും കുറെ അത് കുടിച്ചാണ് അവരുടെ ചിന്തയെ മാറ്റിവെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എന്തിനേ മാറ്റി വെച്ചിട്ട് ഇത്തരം പ്രസ്താവനകൾ ഇറക്കാൻ ഇവർ തയ്യാറാകുന്നതാണ്. അത് ഇവിടെ ചെലവാകുന്നതുകൊണ്ടാണ്. അത് രാഷ്ട്രത്തിനാണ് ദോഷം. അപ്പൊ ഇവിടെ ജനങ്ങൾ വളരെ തെളിഞ്ഞ ബുദ്ധിയോടെ ഈ ഓരോ സംഭവ വികാസങ്ങളെയും വിലയിരുത്തുകയും അതിനെക്കുറിച്ച് അപഗ്രഥിച്ച് മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് സമയമൊക്കെ ഒരുപാട് വൈകി എന്ന് തീർച്ചയാണ്. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കൈവിട്ടു. അക്കാര്യത്തിൽ വലിയ ഭയം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തില് രാജ്യം ഇറങ്ങലിച്ച് നിൽക്കുമ്പോഴും അതിനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോകുന്ന പ്രതിപക്ഷമുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഇന്ത്യ കടന്നു പോകാൻ പോകുന്നത് മറ്റ് രാഷ്ട്രകക്ഷികളോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ സ്വന്തം രാജ്യത്തിനകത്ത് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരേ ഒരു രാജ്യമായി ആയിരിക്കും നമ്മുടെ ഇന്ത്യ മാറാൻ പോകുന്നതെന്ന് തന്നെയാണ്. നമുക്ക് ഒരിക്കലും വലിയ സംഘർഷങ്ങളിലേക്ക്, ബാഹ്യ ശക്തികളുമായ സംഘർഷങ്ങളിലേക്ക്, യുദ്ധങ്ങളിലേക്ക് ഒരിക്കലും പോകാത്ത, സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന, സമാധാനം പുലരുന്ന, എന്നാൽ നമുക്കെതിരെ ആക്രമണങ്ങൾ അയച്ചുവിട്ടവരെ ശക്തമായി മറുപടി കൊടുക്കുന്ന, അവർക്ക് ശക്തമായ ശിക്ഷകൾ കൊടുക്കുന്ന, ഇനി ഒരിക്കലും ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾക്ക് മുതിരാത്ത രീതിയിൽ അവരെ പാഠം പഠിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ അത് ഈ രാഷ്ട്ര ശരീരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക്, പുരോഗതിക്ക്, ഈ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക്, സമാധാനത്തിന് ഒന്നും യാതൊരു തരത്തിലുള്ള ഭംഗവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ അതിനുതകും വിധത്തിൽ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും, ഈ രാഷ്ട്രത്തിലെ 130 കോടി ജനങ്ങളും ഇന്ന് സംഘർഷഭരിതമായ നിമിഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നതെന്ന തിരിച്ചറിവ് വേണം. അതുകൊണ്ട് വളരെ വളരെ വലിയ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഈ സംഭവ വികാസങ്ങളെ വീക്ഷിക്കണം. ആൾക്കാരുടെ, നേതാക്കന്മാരുടെ, രാഷ്ട്രീയ കക്ഷികളുടെ പ്രസ്താവനകളെ നമ്മൾ വീക്ഷിക്കണം, വിലയിരുത്തണം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ എല്ലാം വൃത്തികൾ നമ്മൾ വിലയിരുത്തണം, അഭിപ്രായങ്ങൾ പറയണം, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം. ഇനിയും വൈകിയാൽ നമുക്ക് അതിന് സമയമില്ലാതായി പോകും. ആയതിനാൽ എല്ലാവരോടും വളരെ വിജിലായി, വളരെ കർമ്മനിരതരായി, ശ്രദ്ധയോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം. ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ ടോക്ക് ഷോയിൽ ചേർന്ന അഡ്വക്കേറ്റ് രാജേഷ് പുളിയനത്തിന് IBN മലയാളത്തിന്റെ നന്ദി.